അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മട്ടൻ നിറച്ച് ചുടാൻ വേണ്ടി പോകണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ബോൺലെസ് ഇറച്ചി വേണം. ബോൺ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ റെസിപ്പിൻ്റെ ഒരു രീതി ബോൺ ഇല്ലാത്ത ഇറച്ചിയാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിങ്ങനെ ബോൺലെസ് ചെയ്ത് എടുക്കുകയാണ്. ഇറച്ചി മാത്രം എടുക്കാം. നമുക്ക് ഇതിൻ്റെ എല്ല് നമുക്ക് കറി വയ്ക്കാം. പിന്നീട് എല്ലും അതിൽ കുറച്ച് ഇറച്ചി ഉണ്ടാവും, അതൊക്കെ കൂടി കറി വയ്ക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മളൊരു 3-4 തവണ നല്ലപോലെ കഴുകിയിട്ട് ഇറച്ചി തട്ടിലേക്ക് മാറ്റാം. തീ നല്ലോണം കത്തണ്ട. നമുക്ക് ചട്ടി വെച്ചോളാം. നമുക്ക് ആട്ടിന് കുറച്ച് കൊഴുപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഉരുക്കിയതിൻ്റെ എണ്ണ എടുക്കണം. അതിലാണ് നമ്മൾ ഇറച്ചി വേവിക്കാൻ നമ്മൾ പോകുന്നത്. നമ്മുടെ കൊഴുപ്പ് കുരുകി എണ്ണ വന്നണ്ട. ഇനി നമുക്ക് എണ്ണ എന്തായാലും മതിയല്ലോ, കുറച്ച് എണ്ണ നമ്മൾ ഒഴിക്കണം. കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കല്ലുപ്പാണ്. ആ കൊഴുപ്പിൽ കിടന്ന് ഇറച്ചി വേവുണ്ടല്ലോ, നല്ല സൂപ്പർ മണം. ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി, ഒരല്പം ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ കുരുമുളകും മഞ്ഞൾപ്പൊടി മാത്രം മതി. ഇത് നമ്മൾ ആഡ് ചെയ്തതാണ്. കുറച്ച് കടല, ഇറച്ചി പകുതി വെന്ത് കഴിഞ്ഞ് ശരിക്കും നമ്മുടെ ഇറച്ചി അവിടെ വെന്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഈ മത്തനെ ഒരു ലൈൻ ഇട്ടിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. റൗണ്ടിൽ നമുക്ക് ഈ മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കണം. നല്ല ബലമുണ്ടാകുന്നത്. നല്ല ബലമുണ്ട് സാധനം.
ഇതിൻ്റെ തലപ്പ് ഇവിടെ ഇത് വേണ്ട. നമുക്കിത് ഇതിൻ്റെ കുരുവും ഈ വള്ളിയൊക്കെ നമുക്ക് ചേർട്ടെടുക്കാം. ഇതിൻ്റെ കുരു ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമുക്കിത് വറുത്തെടുത്ത ഭയങ്കര ടേസ്റ്റാണ് സാധനത്തിന്. കഴിഞ്ഞു, ക്ലീൻ, അടിപൊളി. ഇത് നമുക്ക് അടുത്തത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് കളയാൻ പാടില്ല, ഈ മൂടി നമുക്ക് ആവശ്യമുണ്ടോ. പിന്നെ ഇത് ചെത്തിക്കളയാം. ഓക്കെ, ഇനി കുറച്ച് ഈത്തപ്പഴമുള്ളത്, മധുരവും എരിവും ഒക്കെ കൂടി അടിപൊളിയായിരിക്കും. നമുക്കിത് ഇറക്കി മത്തനകത്ത് നിറയ്ക്കാം. ഏകദേശം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. കറക്റ്റാണ് നമ്മുടെ സാധനം. ഇത് നമുക്ക് ഓരോ പീസ് ബട്ടർ ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ബട്ടർ മെൽറ്റായി ഇതിന് മുകളിൽ കൂടെ ഉരുക്കി നല്ല സൂപ്പർ സംഭവം മാറും. അടയ്ക്കാതെ ഇപ്പം തന്നെ ഉരുക്കി പോകാൻ തുടങ്ങിയിട്ടാ ബട്ടറൊന്നും. നമ്മുടെ ഇറച്ചിയുടെ ചൂടിൽ പെട്ടെന്ന് മെൽറ്റാവും സാധനം. ഓക്കെ, ഇനി നമുക്കിതിനെ ചൂടാം. ഈ കനൽ നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. നമ്മൾ മുന്നേ മട്ടൺ ഫ്രൈ ചെയ്താൽ മതി. ഇതാദ്യം കുറേശ്ശെ ഇട്ട് കൊടുക്കാം. മതി. നമുക്ക് നമ്മുടെ മത്തം വെച്ച് കൊടുക്കാം. ആദ്യം നാട്ടി ചൂടാക്കി കിടക്കണം. വെച്ചോളാം. നമുക്ക് പതുക്കെ അടിഭാഗത്ത് നിന്ന് ചൂടാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നായി ഓലയിട്ട് കത്തിക്കണം. അപ്പോൾ എല്ലാ ഭാഗവും വേവുള്ളൂ. ഒരുപാട് തീ കൊടുത്ത് മട്ടൻ ചിലപ്പോൾ അടി പൊട്ടിപ്പോകാൻ പാടില്ല. ഇത് നമുക്ക് ഇതിന് മൊത്തം ഒന്ന് ചൂടാക്കി എടുക്കണം. എങ്കിലേ മത്തൻ ശരിക്കും വേവുള്ളൂ. നമുക്ക് തീ പിടിപ്പിച്ച് കൊടുക്കാം. അടിയിൽ നിന്ന് പൊട്ടിക്കട്ടെ. ഓ ഭയങ്കര തീയായത്. അപ്പോൾ നമ്മുടെ തീക്കത്തൽ ഏകദേശം കഴിഞ്ഞു. ഇത്തിരി നേരം ആ ചൂട് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ സംഗതി ശരിക്കും വേകും. നമുക്കിത് എടുക്കാം. സംഗതി വന്ന് ഒരു മുകളിൽ കരിയൊക്കെ തട്ടിക്കളയാം ആദ്യം.
കരിയൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കാം. കരി എന്നത് മത്തൻ്റെ തൊലി വെന്തതാണ്. അടിപൊളിയായി. അവിടെ ഇരിക്കട്ടെ, നമുക്ക് നടുക്ക് വെക്കാതെ. അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഇത് തുറന്ന് നോക്കാം. നമ്മുടെ ചീസൊക്കെ മെൽറ്റായി ഉരുകി മെൽറ്റായി സംഭവം. പൊളി. അത്ര മുകൾ വശം വന്നിട്ടില്ല, അടിവശം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. മത്തനേടാ ഈ ഭാഗം അത്ര വന്നില്ല. നമ്മൾ അടി നല്ലോണം ചൂടാക്കിയല്ലോ. ചീസലട്ടാ, ബട്ടറാണ്, മറന്നുപോയി, പേര് മാറിപ്പോയി. അടിപൊളി. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ടേസ്റ്റ് തുടങ്ങി. നമുക്ക് ആദ്യം ഇറച്ചിയും അതുപോലെ തന്നെ കടലയൊക്കെ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവം. കടല ഇറച്ചിയൊക്കെ സൂപ്പർ. മത്തങ്ങ വെന്ത് പാകുമ്പോൾ ഉള്ളു ഇതിവിടെ കേട്ടാ. ഇതാ ആ മത്തനും കൂടി കിട്ടണം, അപ്പോഴാണ് ശരിക്കും അതാ ഉള്ളു നല്ലോണം വന്നിട്ട് മത്തൻ്റെ. അതായത് സൂപ്പറായി. ഈ മത്തനൊന്നും കൂടി കഴിച്ചോളെ. പക്ഷേ മത്തൻ ഈ അത്രയ്ക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഈ ഭാഗം വേവിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതൊക്കെ കൂടി പൊട്ടിക്കൊണ്ട് താഴെ കൊണ്ടുണ്ടാവും. ആ മത്തനും ആ ചെറിയ കൂടി ചേർച്ചയൊക്കെ എടുത്തിട്ട് ആ പൊളി, ഒന്നും പറയാനില്ല അല്ലേ. ആ മത്തനും ഇറച്ചും കൂടി ചേരുമ്പോൾ ശരിക്കും ടേസ്റ്റ്. അൽവ പോലെ ആയിട്ടത്. അങ്ങനെ ഇത് ആ കൊഴുപ്പിലിട്ട് വേവിച്ചതും അല്ലേ, ആ ബട്ടറിട്ട് ലാസ്റ്റ് ബട്ടറൊക്കെ വെച്ചത് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ വരെ വീണ്ടും കാണാം. ബൈ. സംഭവം നല്ല സൂപ്പർ കേട്ടോ.